ഹലോ സ്റ്റുഡൻസ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓസോൺ ഡിപ്ലീഷനെ കുറിച്ചിട്ടും ഓസോൺ ഹോൾ ഉണ്ടാവുന്ന പ്രോസസ്സിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എൻഹാൻസ്ഡ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റിനെ കുറിച്ചിട്ടാണ്. ദാറ്റ് ഈസ് ദ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ആൻഡ് ഗ്ലോബൽ വാർമിംഗ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലേ, നമ്മൾ പണ്ട് മുതലേ സ്ഥിരം കേൾക്കുന്ന കാര്യമാണ് ഈ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്, ഗ്ലോബൽ വാർമിംഗ് എന്നുള്ള ഇഷ്യൂസൊക്കെ. അപ്പോൾ എന്താണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ? As a definition, it says that greenhouse effect is the progressive warming up of the Earth's surface and atmosphere due to the blanketing effect of carbon dioxide and certain other gases in the atmosphere. അതായത് നമ്മുടെ എർത്ത് സോളാർ എനർജീനെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. അത് മെയിൻലി വിസിബിൾ റീജിയനിലുള്ള റേഡിയേഷൻസിനെയാണ് അത് അബ്സോർബ് ചെയ്യുന്നത്. അങ്ങനെ എർത്തിലെ ഒരു സ്റ്റഡി സ്റ്റേറ്റ് ഓഫ് തെർമൽ അറ്റ്മോസ്ഫിയർ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ ബൾക്കായിട്ടുള്ള എനർജീനെ, എക്സസ് ആയിട്ട് വരുന്ന എനർജീനെ അത് റേഡിയേഷൻസിൻ്റെ ഇൻഫ്രാറെഡ് റീജിയനായിട്ട് പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതായത് എർത്ത് സണ്ണിൻ്റെ വിസിബിൾ റീജിയനിലുള്ള റേഡിയേഷൻസിനെ അബ്സോർബ് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ എർത്തിന് വേണ്ട ഹീറ്റ് അത് പ്രൊഡ്യൂസ് കൊടുക്കുന്നു. ദെൻ എക്സസ് ആയിട്ട് വരുന്ന അതിൻ്റെ ബൾക്കായിട്ടുള്ള എനർജി അത് ഇൻഫ്രാറെഡ് റീജിയനിലെ റേഡിയേഷൻസ് ആയിട്ട് എമിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. പക്ഷേ ഇത്തരത്തിൽ നമ്മൾ എർത്ത് എമിറ്റ് ചെയ്യുന്ന ഇൻഫ്രാറെഡ് റീജിയനിലുള്ള റേഡിയേഷൻസ് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ വേപ്പറും അറ്റ്മോസ്ഫിയറിൽ പ്രസൻ്റ് ആയുള്ളത് അവ അതിനെ റീ എമിറ്റ് ചെയ്ത് എർത്തിലേക്ക് തന്നെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതായത് ഇൻഫ്രാറെഡ് റീജിയനിലുള്ള എക്സസ് ആയിട്ടുള്ള എനർജീനെ എർത്ത് എമിറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. പക്ഷേ ഈ ബ്ലാങ്കറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ദ കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ സർട്ടൺ ഗ്യാസസും ഇങ്ങനെ എമിറ്റ് ചെയ്യപ്പെടുന്ന ഇൻഫ്രാറെഡ് റീജിയനിലുള്ള റേഡിയേഷൻസിനെ റീ എമിറ്റ് ചെയ്ത് തിരിച്ച് എർത്തിലേക്ക് തന്നെ കൊണ്ടുവരുന്നു. അങ്ങനെ എർത്തിൻ്റെ സർഫസും അറ്റ്മോസ്ഫിയറും ഒക്കെ വളരെയധികം ഹീറ്റിംഗ് അപ്പ് നടക്കുകയാണ്. ഈ ഫിനോമിനെയാണ് നമ്മൾ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അത് നമ്മുടെ എർത്തിൻ്റെ ക്ലൈമറ്റൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പം മെയിൻലി ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമുക്കറിയാം, കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ അത്ര ഭയങ്കര ഒരു പൊല്യൂട്ടൻ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നില്ല. But the very large quantities of carbon dioxide are introduced into the atmosphere by the combustion of fossil fuels in thermal power plants, factories, vehicles also. And the global deforestation is also contributing to an increase in the carbon dioxide content of the atmosphere, since trees helps to maintain a basic balance in the carbon dioxide level. അതായത് ധാരാളം കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് എത്തുകയാണ്. ഫോസിൽ ഫ്യൂവൽസ് കമ്പഷൻ നടക്കുന്നത് വഴി, പവർ പ്ലാന്റ്സ് എന്ന്, ഫാക്ടറീസ് എന്ന്, വെഹിക്കിൾസ് എന്ന്, അതുപോലെ നമ്മൾ മരം നശിപ്പിക്കുന്നതിലൂടെയൊക്കെ ധാരാളം കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് എത്തുകയാണ്. അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ അറ്റ്മോസ്ഫിയറിൽ വർദ്ധിക്കുന്നതോടുകൂടി ഗ്ലോബൽ വാർമിങ്ങും തത്ഫലമായി ഗ്രീൻ ഹൗസ് ഇഫക്റ്റും സംഭവിക്കുന്നു. ഓക്കെ, ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമല്ല, CH4, മീഥെയിൻ, നൈട്രസ് ഓക്സൈഡ് അതും വളരെയധികം നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ ടെമ്പറേച്ചർ വർദ്ധിക്കാനുള്ള ഒരു കാരണമാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ എൻവയോൺമെൻറ്റിൽ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. മാത്രമല്ല, ഇത്തരത്തിൽ കാർബൺ ഡൈ ഓക്സൈഡും അതർ ഗ്രീൻ ഹൗസ് ഗ്യാസസും നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കൂടി കഴിഞ്ഞാൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിക് കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് വിൽ വുഡ് ഗെറ്റ് ഡബിൾ ബൈ അബൌട്ട് 2050. 2050 ആകുമ്പോൾ അത് ഡബിൾ ആവുന്നു. അങ്ങനെ നമ്മുടെ എർത്തിൻ്റെ സർഫസിലെ ടെമ്പറേച്ചർ എബൌട്ട് 3 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടാനും കാരണമാകുന്നതാണ്. ഓക്കെ, സോ what are the consequences of this global warming from enhanced greenhouse effect? ഇതിൻ്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണ്? നമുക്കറിയാവുന്നതാണ് ക്ലൈമാറ്റിക് ചേഞ്ചസ് അല്ലേ. അതായത് ക്ലൈമറ്റ് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നത് പോലെ ഒന്നും ആവില്ല. ഭയങ്കര ഡിഫറൻസ് ആയിരിക്കും നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്ന ക്ലൈമറ്റിനേക്കാളും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതായത് ചില സ്ഥലത്തൊക്കെ ഭയങ്കരമായിട്ട് മഴയായിരിക്കും,
ചില സ്ഥലങ്ങളിലൊക്കെ തീരെ മഴയുണ്ടാവില്ല, ഡെസേർട്ടിഫിക്കേഷൻ നടക്കുന്നു. അങ്ങനെ ഹോൾ ക്ലൈമാറ്റിക് പാറ്റേൺ വുഡ് ബിക്കം ഡിസ്റപ്റ്റഡ്. ഓക്കെ, അതുപോലെ അൺയൂഷ്വൽ ആയിട്ടുള്ള ഓഷ്യൻ കറൻസ്, വിൻഡ്സ് അതൊക്കെ സംഭവിക്കും ത്രൂ ദിസ് ഇവാപ്രേഷൻ ഓഫ് വാട്ടർ. അപ്പോൾ ക്ലൈമാറ്റിക് ചേഞ്ചസ് ഭയങ്കരമായിട്ട് സംഭവിക്കുന്നു. അതുപോലെ തന്നെ ഡ്രോപ്പ് ഇൻ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ. ഇത് നേരത്തെ പറഞ്ഞു, ചില സ്ഥലത്ത് ഭയങ്കര മഴയായിരിക്കും, ചില സമയത്ത് തീരെ മഴയില്ലാതെ വളരെയധികം ഡെസേർട്ടിഫിക്കേഷൻ നടക്കും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാവണു, നമുക്ക് ക്രോപ്സ് നമ്മൾ പണ്ട് ആൻസിപ്പേറ്റ് ചെയ്യുന്നത് പോലെയൊന്നും നമുക്ക് വളർത്താനായിട്ട് സാധിക്കില്ല. തത്ഫലമായിട്ട് ദെർ വിൽ ബി എ ഡ്രോപ്പ് ഇൻ ദ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ. ദെൻ അനദർ കോൺസിക്വൻസ് ഈസ് സീ ലെവൽ റൈസ്. അതായത് നമ്മുടെ പോളർ ഐസ് റീജിയൻസിലെയൊക്കെ ഐസ് മെൽറ്റ് ചെയ്തിട്ട് സീ ലെവലിലെ ഇൻക്രീസ് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ലോ ലൈങ് ഏരിയാസും ഐലൻഡ്സും ഒക്കെ വെള്ളത്തിനടിയിൽ പോകാനുള്ള സാധ്യതയുമുണ്ട്. ദെൻ ഡിസ്ട്രക്ഷൻ ഓഫ് അക്വാട്ടിക് ഓർഗാനിസംസ്. അപ്പം ഇങ്ങനെ ഹൈ ടെമ്പറേച്ചർ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ വരുമ്പോൾ അത് ഫലമായിട്ട് വാട്ടറിനും അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ കൂടുകയാണ്. അപ്പോൾ അതിലത്തെ ഫിഷും അതർ അക്വാട്ടിക് ഓർഗാനിസംസും ഒക്കെ പെരിഷ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നെക്സ്റ്റ് ഈസ് ദ റെഫ്യൂജി പ്രോബ്ലംസ്. അതായത് ഇപ്പോൾ ഒരു സ്ഥലത്ത് ഭയങ്കര വെള്ളപ്പൊക്കം വന്നു, അപ്പോൾ അവിടുന്ന് ആൾക്കാർ കൂട്ടമായി വേറെ സ്ഥലത്തേക്ക് പലായനം ചെയ്യും. അതുപോലെ ഒരു സ്ഥലത്ത് ഡ്രൈനെസ് കാരണം ഡ്രൗട്ടായെന്ന് വിചാരിക്കുക, അപ്പോൾ അവിടുന്നും റെഫ്യൂജീസ് മൈഗ്രേറ്റ് ചെയ്യും. അതുപോലെ അഗ്രികൾച്ചറൽ ലോസ് ഉണ്ടാവുക, അല്ലെങ്കിൽ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഭയങ്കരമായിട്ട് കുറയുമ്പോൾ ഉണ്ടാവുന്ന സ്റ്റാർവേഷൻ. അപ്പോൾ അതൊക്കെ കാരണം റെഫ്യൂജി പ്രോബ്ലംസ് വളരെ സീരിയസ് ആയിട്ട് ഉണ്ടാവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ആൻഡ് ദിസ് റെഫ്യൂജീസ് വുഡ് കോസ് വെരി സീരിയസ് സോഷ്യൽ ആൻഡ് ഇക്കണോമിക് പ്രോബ്ലംസ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻലി ദ കോൺസിക്വൻസസ് ഓഫ് ദ ഗ്ലോബൽ വാർമിംഗ് ഫ്രം എൻഹാൻസ്ഡ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്. ആൻഡ് നെക്സ്റ്റ് ഈസ് ഹൗ ടു കൺട്രോൾ ദിസ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്. The only remedy is to reduce the input of the greenhouse gases into the atmosphere, മെയിൻലി കാർബൺ ഡൈ ഓക്സൈഡ്. നമുക്കറിയാം പല ഗ്രീൻ ഹൗസ് ഗ്യാസസും ഉണ്ട്. മീഥെയിൻ, CH4, ദെൻ കാർബൺ ഡൈ ഓക്സൈഡ്, ദെൻ N2O, ഇതൊക്കെ നമ്മുടെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ്. അപ്പോൾ ഇതിൻ്റെ എമിഷൻ ടു ദ അറ്റ്മോസ്ഫിയർ മെയിൻലി കുറയ്ക്കണം. So to control and reduce the input of carbon dioxide into the atmosphere, and പല കാര്യങ്ങൾക്കും നമ്മൾ ഫോസിൽ ഫ്യൂവൽസിന് പകരമൊക്കെ സോളാർ എനർജി മെയിൻലി ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, ഫോസിൽ ഫ്യൂവൽസ് ഒന്നും ബേൺ ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എമിഷൻ അറ്റ്മോസ്ഫിയറിലേക്കുള്ളത് കുറയ്ക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല നന്നായിട്ട് വനങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ലെവൽ കുറയും. അങ്ങനെ എന്തുകൊണ്ടാണ് നമുക്കറിയാം, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഒരു സിങ്കായിട്ടാണ് ട്രീസ് ആക്ട് ചെയ്യുന്നത്. അതായത് കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നിന്നും മാറ്റാനുള്ള ഒരു സിങ്കാണ്, നാച്ചുറൽ സിങ്കാണ് ട്രീസ്. അപ്പോൾ ഇത് വഴിയൊക്കെ നമുക്ക് ഗ്രീൻ ഹൗസ് ഇഫക്റ്റിനെ കുറയ്ക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് നമുക്ക് ഇതിലൊരു ടോപ്പിക്കും കൂടി ഉണ്ട്, അതായത് ആസിഡ് റെയിൻ. എങ്ങനെയാണ് ആസിഡ് റെയിൻ ഉണ്ടാവുന്നത് എന്ന്. ഓക്കെ, എങ്ങനെയാണ് ഈ ആസിഡ് റെയിൻ ഉണ്ടാവുന്നത്? നമുക്കറിയാം, ഇപ്പോൾ നൈട്രജൻ്റെ ഓക്സൈഡ്സ് അതുപോലെ സൾഫറിൻ്റെ ഓക്സൈഡ്സൊക്കെ ചില കെമിക്കൽ റിയാക്ഷൻ വിത്ത് ലൈറ്റ്, വാട്ടർ, ഓക്സിജൻ അതൊക്കെ നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും ആയിട്ട് മാറുന്നു. അത് റെയിന്, സ്നോ ഒക്കെ അല്ലെങ്കിൽ ഹെയിലിൻ്റെ ഒക്കെ കൂടെ അത് എർത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആസിഡ്സ്, മെയിൻലി ദ നൈട്രിക് ആസിഡ് ആൻഡ് സൾഫ്യൂരിക് ആസിഡ് ആർ ഫോംഡ് ഇൻ ദ atmosphere from air pollutants like nitrogen oxides and sulfur oxides, and they are brought down to the earth with the rain, snow, fog, etc., or being incorporated into dust, smoke, etc., and this acid deposition can be termed as the acid rain. അപ്പോൾ ഈ പൊല്യൂട്ടൻസ് ഒക്കെ അപ്പോൾ ഈ നൈട്രജൻ ഓക്സൈഡ്സും സൾഫർ ഓക്സൈഡ്സും ഒക്കെ എന്താക്കി കൺവേർട്ട് ചെയ്യുന്നു, നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും ത്രൂ എ സീരീസ് ഓഫ് ദിസ് കെമിക്കൽ റിയാക്ഷൻസ് ഇൻ ദ പ്രസൻസ് ഓഫ് ദി ലൈറ്റ്, വാട്ടർ, ഓക്സിജൻ, ഹെവി മെറ്റൽ അയോൺസ്, ഓർഗാനിക് ഓക്സിഡൻസ്, എക്സെട്ര. ഓക്കെ, ആൻഡ് ദിസ് ആസിഡ് റെയിൻ ഈസ് എ മേജർ സെക്കൻഡറി ഇഫക്റ്റ് ഓഫ് ദ എയർ പൊല്യൂഷൻ. ഇനി ഈ നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും ഒക്കെ എങ്ങനെ ഫോം ചെയ്യണു എന്നുള്ള ഇക്വേഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ NO plus O3 gives NO2 plus O2, NO2 plus O3 gives NO3 plus O2, and this formed NO3
will again combine with NO2 to form N2O5, and N2O5 when it gets combined with rain, snow or hail, it gets converted into nitric acid and thereby reaches the earth. അതുപോലെ തന്നെ സൾഫ്യൂരിക് ആസിഡിൻ്റെ ഫോർമേഷൻ SO2 പ്ലസ് ഹാഫ് O2 പ്ലസ് H2O ഇൻ ദ പ്രസൻസ് ഓഫ് നൈട്രിക് ഓക്സൈഡ്. നൈട്രിക് ഓക്സൈഡിൻ്റെ നൈട്രിക് ഓക്സൈഡിൻ്റെ പ്രസൻസിൽ, അതുപോലെ സൂട്ട് പാർട്ടിക്കിൾസിൻ്റെയും പ്രസൻസിൽ, സൂട്ട് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ കരി അല്ലെങ്കിൽ പുകയൊക്കെയാണ്, അതിൻ്റെ പ്രസൻസിൽ അത് സൾഫ്യൂരിക് ആസിഡ് ആയിട്ട് മാറുകയാണ്. ആൻഡ് ദിസ് ആസിഡ് ഡ്രോപ്ലെറ്റ്സ് ഫോംഡ് ഗെറ്റ് സസ്പെൻഡഡ് ഇൻ വാട്ടർ വേപ്പർ ടു ഫോം ആസിഡ് ഫോഗ്. അങ്ങനെ ആസിഡ് ഫോഗോ അല്ലെങ്കിൽ ആസിഡ് റെയിനോ ഒക്കെ ആയിട്ട് അത് നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക്, നമ്മുടെ എർത്തിലേക്ക് എത്തുന്നു. അതാണ് മെയിൻലി ആസിഡ് റെയിൻ. ഓക്കെ, ആൻഡ് വാട്ട് ആർ ദ അഡ്വേഴ്സ് ഇഫക്ട്സ് ഓഫ് ദിസ് ആസിഡ് റെയിൻ? എന്തൊക്കെയാണ് ആസിഡ് റെയിൻ്റെ അഡ്വേഴ്സ് ആയിട്ടുള്ള ഇഫക്ട്സ് എന്ന് പറയുന്നത്? നമുക്കറിയാം, മഴ എവിടേക്കാണ്? നമ്മുടെ ഭൂമിയിലേക്കാണ് നേരെ വന്ന് വീഴുന്നത് അല്ലേ? അപ്പോൾ നമ്മുടെ അഗ്രികൾച്ചറൽ ക്രോപ്സിനൊക്കെ സീരിയസ് ആയിട്ടുള്ള ഡാമേജ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ദെൻ ട്രീസിനെ തന്നെയാണ് മെയിൻലി ആയിട്ട് അത് ഇഫക്റ്റ് ചെയ്യുന്നത്. അതായത് അതിൻ്റെ ലീവ്സിനെ അത് ഡാമേജ് ചെയ്യുന്നു. മാത്രമല്ല ട്രീസിൻ്റെ ഫോട്ടോസിന്തറ്റിക് കേപ്പബിലിറ്റി കുറയ്ക്കുന്നു. അങ്ങനെ ട്രീസ് നശിക്കുന്നതനുസരിച്ച് നമ്മുടെ ഫോറസ്റ്റിൻ്റെ വലുപ്പവും കുറഞ്ഞ് വരുന്നു. ദെൻ acid rain makes the water in the tanks, ponds, lakes and rivers so much acidic. അല്ലേ? അപ്പോൾ അതിന് ഫിഷും അതുപോലെ അതിലത്തെ അക്വാട്ടിക് ഓർഗാനിസംസിനെയൊക്കെ അത് എഫക്റ്റ് ചെയ്യുന്നു. ആൻഡ് ദേ വിൽ സംടൈംസ് പെറിഷ് ഫ്രം ദ വാട്ടർ സോഴ്സസ്. ആൻഡ് next is that the acid droplets in the air as well as the acid contaminated potable water can cause neurological, digestive and respiratory diseases in humans. ആസിഡ് നമ്മൾ കുടിക്കുന്ന പോലെയാണ് കുറച്ചൊക്കെ വരിക അല്ലേ? അത്ര കോൺസെൻട്രേറ്റഡ് അല്ലാത്ത ആസിഡ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന പോലെയാണ്. അപ്പോൾ അത് മനുഷ്യനിലും മൃഗങ്ങളിലും ഒക്കെ ന്യൂറോളജിക്കൽ, ഡൈജസ്റ്റീവ് ആൻഡ് റെസ്പിറേറ്ററി ഡിസീസസും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ദെൻ നമ്മൾ പണ്ടോട്ടേ കേട്ടിട്ടുണ്ട് ആസിഡ് റെയിൻ നമ്മുടെ താജ്മഹലിനെയൊക്കെ എഫക്റ്റ് ചെയ്യണത് അല്ലേ? ഇറ്റ് കോസസ് എക്സ്റ്റെൻസീവ് ഡാമേജ് ടു ബിൽഡിംഗ്, സ്റ്റാറ്റ്യൂസ്, മോണിമെൻറ്റ്സ് എക്സെട്ര. എന്താണ് ചെയ്യുന്നത്? കാൽഷ്യം കാർബണേറ്റ്, അതിനെ സൾഫ്യൂരിക് ആസിഡ് ആക്ട് ചെയ്യുമ്പോൾ കാൽഷ്യം സൾഫേറ്റും വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും ആക്കി മാറുന്നു. താജ്മഹൽ ഇൻ ആഗ്ര ഫേസസ് സച്ച് എ ത്രെറ്റ് ഓഫ് ആസിഡ് റെയിൻ അറ്റ് പ്രസൻറ്റ്. ആൻഡ് ദിസ് ആസിഡ് റെയിൻ ഓൾസോ destroys materials like fabric, paper, etc. അപ്പോൾ ഇതൊക്കെയാണ് ആസിഡ് റെയിൻ്റെ അഡ്വേഴ്സ് ഇഫക്ട്സ്. നെക്സ്റ്റ്, ഹൗ ക്യാൻ വി കൺട്രോൾ ദിസ് ആസിഡ് റെയിൻ? ഒരു ഷോർട്ട് ടേം ആയിട്ടുള്ളൊരു കൺട്രോൾ എന്ന് പറയുന്നത് ലൈം യൂസ് ചെയ്യാമെന്നാണ്. ബിക്കോസ് ഇറ്റ് ക്യാൻ അബ്സോർബ് ദിസ് ആസിഡ്സ്. അപ്പോൾ so the acid deposition problem can be achieved for short term control by using lime in acid polluted soils and freshwater bodies. പക്ഷെ അതൊരു ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു സൊല്യൂഷനൊന്നും അല്ല അല്ലേ? അത് നമുക്ക് അച്ചീവ് ചെയ്യാനും അത്ര എളുപ്പമായിട്ടുള്ളതല്ല. എല്ലായിടത്തും കൊണ്ട് ലൈം വെക്കുക, അങ്ങനെ ആസിഡിനെ അത് അബ്സോർബ് ചെയ്യുക എന്നുള്ളതൊന്നും അത്ര പ്രാക്ടിക്കൽ അല്ല. Okay, but so the only remedy to acid rain is to reduce airborne nitrogen oxides and sulfur oxides. നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് വരുന്ന നൈട്രോജൻ ഓക്സൈഡ്സിനെയും സൾഫർ ഓക്സൈഡ്സിനെയും റെഡ്യൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ആസിഡ് റെയിനെ കൺട്രോൾ ചെയ്യാനുള്ള റെമഡി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, സോളാർ എനർജി എന്ന് പറയുന്നത് അങ്ങനത്തെ യാതൊരുവിധ പ്രോബ്ലംസും ഇല്ലാത്തതാണ്. സോ solar energy should be used wherever it is it can be used in the case of fossil fuels. ഏതൊക്കെ സ്ഥലങ്ങളിൽ പോസിബിൾ ആണോ ആ സ്ഥലങ്ങളിലെല്ലാം wherever possible we should use solar energy in place of fossil fuels, and that is the only remedy for controlling this acid rain. So നമ്മുടെ എയർ പൊല്യൂഷൻ എന്നുള്ള ടോപ്പിക്ക് ഇതോടുകൂടി കഴിയുകയാണ്. പിന്നെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് കാണുകയാണെങ്കിൽ അറിയാം, കുറച്ചിതാ ഇങ്ങനെ ബോക്സിൻ്റെ ഉള്ളിലൊക്കെ കൊടുത്തിരിക്കും. ഇറ്റ്സ് നോട്ട് മെയിൻലി കോട്ടഡ് ഇൻ ദ സിലബസിലുള്ളതല്ല, പക്ഷേ നമുക്ക് വായിച്ച് ഒരു എക്സ്ട്രാ നോളജ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഇങ്ങനെ ബോക്സസിൽ തന്നിരിക്കുന്നത്. സോ അത് വായിക്കുക. അപ്പം നമ്മുടെ എയർ പൊല്യൂഷൻ കംപ്ലീറ്റ് ആയി. വളരെ ഈസി ടോപ്പിക്കാണ്, നമുക്ക് എക്സാമിനൊക്കെ എഴുതി പെട്ടെന്ന് മാർക്ക് മേടിക്കാൻ പറ്റുന്നതാണ്. എന്ന് വെച്ചിട്ട് വായിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഗ്രീൻ ഹൗസ് ഇഫക്റ്റിൻ്റെ കാരണം എന്താ, ആസിഡ് റെയിൻ്റെ കാരണം എന്താണെന്നൊക്കെ പെട്ടെന്ന് നമുക്ക് ഓർത്തെടുക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ടോപ്പിക്ക്
ഫുള്ളായിട്ട് നിങ്ങൾ മനസ്സിലെ ഒരു പ്രാവശ്യമെങ്കിലും ടെക്സ്റ്റ് ബുക്ക് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽ ഇട്ട് തരാം. ടെക്സ്റ്റിന് ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ഇല്ലെങ്കിൽ ഫോട്ടോ എടുത്തിട്ട് ഞാനിതിൽ അപ്ലോഡ് ചെയ്യാം. ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളിതൊക്കെ വായിക്കുക. എയർ പൊല്യൂഷൻ ഫുൾ വായിക്കുക. ഓക്കേ.